ജി എസ് ടി ആംനെസ്റ്റി സ്കീം ജൂൺ 2024 നമ്മുടെ ഇന്ത്യയിൽ അപ്ലിക്കബിൾ ആയി. എന്നാൽ പോലും കുറെ പേർക്ക് ജി എസ് ടി ആംനെസ്റ്റി സ്കീമിനെ പറ്റിയിട്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അത് എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് അവൈൽ ചെയ്യുക, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഇപ്പോഴും കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ജി എസ് ടി ആംനെസ്റ്റി സ്കീമിനെ പറ്റിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. യുനിക്സോൾ ടാക്സ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. ഞാൻ അഖില, ജി എസ് ടി പ്രാക്ടീഷണർ. ആദ്യമായിട്ട് വാട്ട് ഈസ് ജി എസ് ടി ആംനെസ്റ്റി സ്കീം എന്ന് നോക്കാം. അതായത് ജി എസ് ടി ആംനെസ്റ്റി സ്കീം എന്ന് വെച്ചാൽ എന്താണ്? ജി എസ് ടി ആംനെസ്റ്റി സ്കീം എന്ന് പറഞ്ഞാൽ അതൊരു ടാക്സ് പേയേഴ്സിന് ഒരു ആശ്വാസമുള്ളൊരു കാര്യമാണ്. അതെന്താന്ന് വെച്ചാൽ ഈ ഡെഡ് ലൈൻ ക്രോസ് ആയിട്ട് നിങ്ങൾ ജി എസ് ടിയുടെ പെനാൽറ്റീസോ ഇൻട്രസ്റ്റോ ടാക്സോ പേ ചെയ്യാൻ പറ്റാതെ വന്ന ആൾക്കാർക്ക്, അതായത് അങ്ങനെയുള്ള ആൾക്കാർക്ക് അതൊരു റിലാക്സേഷൻ ആയിട്ടാണ് ഈ ജി എസ് ടി ആംനെസ്റ്റി സ്കീം വന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് പേ ചെയ്യേണ്ട എമൗണ്ട് കുറച്ച് റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ വേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമായിട്ടാണ് ജി എസ് ടി ആംനെസ്റ്റി സ്കീം വന്നിട്ടുള്ളത്. ഈ ആംനെസ്റ്റി സ്കീം വന്നിട്ടുള്ളത് ഈ ടാക്സ് പേയേഴ്സിന് ധൈര്യത്തോടെ പുറത്തേക്ക് വന്നിട്ട് അവരുടെ ഹെവി ടാക്സ് പേ ചെയ്യേണ്ടി വരും എന്ന പേടി കൂടാതെ അവർക്ക് അവരുടെ എന്താണോ ജി എസ് ടി റിട്ടേൺ ഫയലിങ്സ് ഒക്കെ ഉള്ളത്, പെൻഡിങ് ഉള്ളതൊക്കെ റിട്ടേൺ ഫയൽ ചെയ്തിട്ട് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാനുള്ളൊരു ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ആംനെസ്റ്റി സ്കീം വന്നിട്ടുള്ളത്. ഇനി ആംനെസ്റ്റി സ്കീമിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചാർട്ട് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ആദ്യമായിട്ട് ബെനിഫിറ്റ് എന്താണ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, അത് രണ്ടും നോക്കാം. ബെനിഫിറ്റ് വെയ്വർ ഓഫ് പെനാൽറ്റീസ്, അതായത് അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ റെഡ്യൂസ്ഡ് എക്സ്ട്രാ ചാർജസ് ഫോർ അൺപെയ്ഡ് ടാക്സസ്. അതായത് അൺപെയ്ഡ് ടാക്സസ് എന്തൊക്കെയാണോ ഉള്ളത് അതിന്റെ എക്സ്ട്രാ ചാർജസ്, അതായത് ഈ വേവേഴ്സ് ഫോർ പെനാൽറ്റി എന്താണോ പേ ചെയ്യാനുള്ളത് അതിന്റെ ടാക്സിന്റെ മേലെ പെനാൽറ്റി, അൺപെയ്ഡ് ടാക്സിന്റെ മേലുള്ള പെനാൽറ്റി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം, അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യും. ഇതാണ് ആദ്യത്തെ ഒരു ഇത്. അത് ടാക്സ് പേയേഴ്സിന് കുറച്ചൊരു ആശ്വാസമായിരിക്കും. പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ് റെഡ്യൂസ്ഡ് ബർഡൻ മേക്സ് ടാക്സ് പെയർ ഡ്യൂ ഈസിയർ ടു മാനേജ് ഫിനാൻഷ്യലി. ഈ ടാക്സ് പെയേഴ്സിന്റെ ഡ്യൂ എന്തൊക്കെയാണോ ഉള്ളത് അത് ഫിനാൻഷ്യലി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഡ്യൂ എന്താണോ ഉള്ളത്, ടാക്സ് ഡ്യൂ, അതിനെ കുറച്ചു തരും. പിന്നെ അടുത്തത് ഇംപ്രൂവ് ക്യാഷ് ഫ്ലോ, ഹെൽപ്സ് ബിസിനസ് മെയിൻറ്റെയിൻ സ്റ്റഡി ഫിനാൻസസ്. അതായത് ബിസിനസ്സിന് ഒരു സ്റ്റഡി ആയിട്ട് അതിന്റെ ഫിനാൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതായത് ക്യാഷ് ഫ്ലോ ഇതാക്കും. ഇപ്പോൾ നിങ്ങളുടെ പെനാൽറ്റിയും ഇൻട്രസ്റ്റും ലേറ്റ് ഫീസ് ഒക്കെ എന്തൊക്കെയാണോ ഉള്ളത് അത് കുറയ്ക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് എന്താണോ ടാക്സ് പേ ചെയ്യാനുള്ളത്, അൺപെയ്ഡ് ടാക്സ് ഉള്ളത്, അത് മാത്രം പേ ചെയ്താൽ മതിയാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഒരുപാട് നിങ്ങളുടെ ബിസിനസിന്റെ ക്യാഷ് ഫ്ലോനെ കൂട്ടും. കാരണം നിങ്ങൾ വലിയ അമൗണ്ടിനെ ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത് കുറവാക്കി കിട്ടിയ ആ എമൗണ്ട് എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് അത് ഒരു ക്യാഷ് ഫ്ലോ ആയിരിക്കും. ഇതിന് നിങ്ങളുടെ ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിന് അത് കുറച്ചും കൂടി ഈസി ആവും. ഇനി അടുത്തത് എൻകറേജ് കംപ്ലൈൻസ്, അതായത് മോട്ടിവേറ്റ്സ് ടാക്സ് പെയർ ടു അദർ ടു ജി എസ് ടി റെഗുലേഷൻസ്. അതായത് ജി എസ് ടി കംപ്ലൈൻറ്റ്സ് എന്തൊക്കെയാണോ ഉള്ളത്, റിട്ടേൺ ഫയലിംഗ് എന്തൊക്കെയാണോ പെൻഡിങ് ഉള്ളത് അതൊക്കെ ഫയൽ ചെയ്യാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ജി എസ് ടി റിട്ടേൺ ഫയലിംഗിന്റെ പെൻഡിങ് ഉള്ളത് അതിനൊക്കെ ഇപ്പോൾ പെനാൽറ്റി, ലേറ്റ് ഫീസ് അതൊക്കെ കാരണം നിങ്ങൾ അത് ഒരു ഹ്യൂജ് എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടി വരും. എല്ലാവർക്കും അത് പേ ചെയ്യാനുള്ള വഴി ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ റെഡ്യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ആ എമൗണ്ട് ഒക്കെ വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലയബിലിറ്റി മാത്രം പേ ചെയ്താൽ മതിയാവും. അതുകൊണ്ട് നിങ്ങളുടെ ജി എസ് ടി റിട്ടേൺ ഫയലിംഗ് എന്തൊക്കെയാണോ ഉള്ളത് അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാൻ നിങ്ങൾക്ക് പറ്റും. ഇനി അടുത്ത ബെനിഫിറ്റ് റെഡ്യൂസ് ലിറ്റിഗേഷൻ, അതായത് അവോയ്ഡ് കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ് ലീഗൽ ബാറ്റിൽസ്. അതായത് ജി എസ് ടിയിൽ നിങ്ങൾക്ക് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടും പിന്നെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ലീഗലി നിങ്ങൾ ഇത് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടീസ് വന്നാൽ അതിന് അപ്പീൽ പോകേണ്ടി വരും. അതിന് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും, പിന്നെ ഒരുപാട് കോസ്റ്റ്ലി ആയിരിക്കും. അതിന് ഒരുപാട് നിങ്ങൾ എക്സ്പെൻസ് ചെയ്യേണ്ടി വരും, കോർട്ടിൽ കയറി ഇറങ്ങേണ്ടി വരും, അതിന് വേണ്ട ലീഗൽ ചാർജസ് പേ ചെയ്യേണ്ടി വരും. അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിവായി കിട്ടും. ഇനി കണ്ടീഷൻസ് ഫോർ അവൈലിംഗ് ദി സ്കീം, ഈ സ്കീം അവൈൽ ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഒന്നാമത്തെ കണ്ടീഷൻ വെരിഫൈ എലിജിബിലിറ്റി ഫോർ ദി സ്കീം. അതായത് നിങ്ങൾ ഈ സ്കീമിന്, അതായത് GST ആംനെസ്റ്റി സ്കീമിന് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. പിന്നെ രണ്ടാമത്തേത് കാൽക്കുലേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ്. നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് എന്തൊക്കെയാണോ ഉള്ളത്, അതായത് GSTയിൽ ഇനി പേ ചെയ്യാൻ ബാക്കിയുള്ള ലയബിലിറ്റീസ് എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അത് ആദ്യം GSTയിൽ നിങ്ങൾ ഇതിൽ ആംനെസ്റ്റി സ്കീമിന് എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് എന്തൊക്കെയാണോ ഉള്ളത് അതിനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. പേ ദി പ്രിൻസിപ്പൽ ടാക്സ് എമൗണ്ട്. അതായത് പ്രിൻസിപ്പൽ ടാക്സ് എമൗണ്ട് എന്താണോ ഉള്ളത് അതിനെ പേ ചെയ്യുക. മേജർ ആയിട്ടുള്ള ടാക്സ് എമൗണ്ട്, ഈ ലേറ്റ് ഫീസ്, പെനാൽറ്റി, ഇൻട്രസ്റ്റ് അതൊന്നും കൂടാതെ എന്താണോ മേജർ ആയിട്ട് നിങ്ങൾക്ക് ടാക്സ് എമൗണ്ട് ഉള്ളത് അതിനെ പേ ചെയ്യുക. പിന്നെ നാലാമത്തേത് ഫയൽ റിക്വയർഡ് ഫോംസ് ആൻഡ് വിഡ്രോ അപ്പീൽ. നിങ്ങൾക്ക് എന്തൊക്കെയാ ഫോംസ് ഫയൽ ചെയ്യാനുള്ളത് അതൊക്കെ ഫയൽ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും അപ്പീലിന് പോയിട്ടുണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്യണം. കാരണം അപ്പീൽ നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ GST ആംനെസ്റ്റി സ്കീമിൽ നിങ്ങൾക്ക് അത് അവൈൽ ചെയ്യാൻ പറ്റില്ല അതിന്റെ ബെനിഫിറ്റ്സ്. സോ നിങ്ങൾ ഒന്നാമത് എന്തെങ്കിലും അപ്പീലിന് പോയിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവൈൽ ചെയ്യാം. സപ്പോസ് പോയിട്ടുണ്ട്, അത് പക്ഷെ പെൻഡിങ്ങിൽ കിടക്കുകയാണ്, പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ വിഡ്രോ ചെയ്യാം. പിന്നെ അടുത്തത് റിസീവ് കൺഫർമേഷൻ ഫ്രം GST അതോറിറ്റീസ്. അതായത് നിങ്ങൾക്ക് GST അതോറിറ്റീസിൽ നിന്ന് കൺഫർമേഷൻ ലഭിക്കണം. ഇപ്പൊ നിങ്ങൾ അതിൻ്റെതായ ഫോംസ് ഒക്കെ ഫയൽ ചെയ്ത് കഴിഞ്ഞു. ആദ്യം നിങ്ങളുടെ എലിജിബിലിറ്റി വെരിഫൈ ചെയ്തു, പിന്നെ നിങ്ങൾ പേ ചെയ്യേണ്ട ടാക്സ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്തു, പിന്നെ അതിന് വേണ്ട ഫോംസ് ഒക്കെ ഫയൽ ചെയ്തു, അപ്പീലിന് പോയിട്ടുണ്ടെങ്കിൽ അതിനെ വിഡ്രോ ചെയ്തു. അതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആംനെസ്റ്റി സ്കീം അവൈൽ ചെയ്യാനുള്ള ഫോം ഫയൽ ചെയ്തത് GST ഡിപ്പാർട്ട്മെന്റുകാര് അപ്രൂവ് ചെയ്യണം. ഇത്രയാണ് ഈ GST സ്കീമിന് അവൈൽ ചെയ്യാനുള്ള കണ്ടീഷൻസ്. നമുക്കിനി ഒരു ചെറിയൊരു കേസ് സ്റ്റഡി നോക്കിയാലോ. അതായത് ഒരു ബിസിനസിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ആ ഒരു ബിസിനസ് എങ്ങനെയാണ് GST ആംനെസ്റ്റി സ്കീം യൂസ് ചെയ്തിട്ട് അവരുടെ ബിസിനസ്സിന് എങ്ങനെയാണ് ബെനിഫിറ്റ് ആയത് എന്ന് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വ്യക്തമാവും. ABC Private Limited, a medium-sized business in the textile industry, faced financial challenges during COVID-19 pandemic. As a result, they were unable to file their GST returns for 18 months, leading to 12 lakh if unpaid GST liability tax dues. Then 3,60,000 in interest charges, 1,20,000 in penalties. Total outstanding amount 16,80,000. ഇപ്പോ അതായത് ഇതിൽ പറയുന്നത് ഒരു ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ലാസ്റ്റ് വന്ന കോവിഡ് ടൈമിൽ ഒരു വലിയൊരു ബാധ്യത ഫേസ് ചെയ്യുന്നുണ്ട്. അത് കാരണം കോവിഡ് കാരണം ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്, ഒരു ചെറിയൊരു മീഡിയം സൈസ്ഡ് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ കോവിഡ് പാൻഡമിക് കാരണം അവർക്ക് വലിയൊരു ലോസ് നേരിടേണ്ടി വന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് 12 lakh അൺപെയ്ഡ് ലയബിലിറ്റി ആയിട്ട് പെൻഡിങ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ 3,60,000 ഇൻട്രസ്റ്റ്, ഈ 12 lakhന്റെ മേലെ 3,60,000 ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ 1,20,000 പെനാൽറ്റി ആയിട്ട് 1,20,000. അപ്പൊ ടോട്ടൽ ആയിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് അമൗണ്ട് 16,80,000. ഇത്രയും അമൗണ്ട് ABC പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടി വരുന്നു. അപ്പോ ഈ 16,80,000 എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കമ്പനിക്ക് അതൊരു വലിയ അമൗണ്ട് ആണ്. അത്രയും അമൗണ്ട് ബെയറബിൾ അല്ല. അപ്പൊ ഈ ഗവൺമെന്റിന് GST ആംനെസ്റ്റി സ്കീം കാരണം അവർക്ക് വന്ന ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ഇതൊരു ചെറിയ സിനാരിയോ ആണ്. സിനാരിയോ ബിഫോർ ആംനെസ്റ്റി സ്കീം, ABC പ്രൈവറ്റ് ലിമിറ്റഡ് struggled to clear the total outstanding amount as the high penalty and interest increased their financial burden. They were at risk of legal action from the GST department. അതായത് ഈ GST ആംനെസ്റ്റി സ്കീം വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ABC പ്രൈവറ്റ് ലിമിറ്റഡിന് എന്തായിരുന്നു എന്ന് വെച്ചാൽ അവർക്ക് വന്നത് ഒരു ഹെവി ഫിനാൻഷ്യൽ ബേർഡൻ ആണ്.
ആണ്. പിന്നെ അവർക്ക് GST ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്ഷൻ വരുമോ, ഈ പെനാൽറ്റി, ഇൻട്രസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് ടാക്സ് ഇതൊക്കെ പേ ചെയ്തിട്ടില്ലെങ്കിൽ GST ഡിപ്പാർട്ട്മെന്റിന്റെ വക എന്തെങ്കിലും ആക്ഷൻ നേരിടേണ്ടി വരുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള amount ആണ്, അത്രയും വലിയ amount അവരെ കൊണ്ട് പേ ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു ബിഫോർ ആംനസ്റ്റി സ്കീം ഉണ്ടായിരുന്ന സിനാരിയോ. ഇപ്പൊ ആംനസ്റ്റി വന്നതിന് ശേഷം എന്താണ് അതിന്റെ എഫക്റ്റ് എന്ന് നോക്കാം. ആംനസ്റ്റി വന്നതിന് ശേഷം എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുത്തത് എന്ന് നോക്കാം. Eligibility check: ABC Private Limited qualify as the scheme applied to taxpayers with pending penalty. ABC Private Limited എന്ന് പറയുന്ന കമ്പനി ഈ പെൻഡിങ് ലയബിലിറ്റിയിൽ ടാക്സ് പെയർ എന്താണോ പേ ചെയ്യാനുള്ളത് അത് ഒഴിവാക്കാനുള്ളതിൽ ABC Private Limited ക്വാളിഫൈ ആവും. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ എലിജിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യാനുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. പിന്നെ നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ടാക്സ് എമൗണ്ട്. ദേ പെയ്ഡ് ഒറിജിനൽ ടാക്സ് ലയബിലിറ്റി ഓഫ് 12 lakh. അതായത് ഒറിജിനൽ ടാക്സ് ലയബിലിറ്റി എന്താണോ ഉണ്ടായിരുന്നത് ആ 12 lakh ഈ ABC പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഗവൺമെൻറ്റിന് പേ ചെയ്യും. പെനാൽറ്റി വേവ്ഡ് അണ്ടർ സ്കീം. ദ 1,20,000 പെനാൽറ്റി വാസ് കംപ്ലീറ്റ്ലി വേവ്ഡ്. ആ 1,20,000 എന്താണോ പെനാൽറ്റി അടയ്ക്കാനുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായി കിട്ടി. പിന്നെ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് റിലീഫ്. A significant portion of the 3,60,000 interest was waived. Specific percentage vary by cases. പിന്നെ ഈ 3,60,000 എന്താണോ ഇൻട്രസ്റ്റ് പേ ചെയ്യാനുണ്ടായിരുന്നത് അതിൽ നിന്ന് കുറച്ച് റിലീഫ് കിട്ടി, കുറച്ച് പെർസെൻറ്റേജ്, ഫുൾ എമൗണ്ട് അല്ല. പെനാൽറ്റി ഫുൾ എമൗണ്ട് ഒഴിവായി കിട്ടി, പക്ഷേ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജിൽ നിന്ന് കുറച്ച്, ഇൻട്രസ്റ്റ് പേയബിളിൽ നിന്ന് കുറച്ച് പെർസെൻറ്റേജ് അവർക്ക് റെഡ്യൂസ് ആയി കിട്ടി. അപ്പോൾ അത് അവർക്ക് വലിയൊരു ആശ്വാസമായി. അപ്പൊ ഈ സ്കീം വന്നതിന് ശേഷമുള്ള ഔട്ട്കം എന്താണെന്ന് നോക്കാം. വേവർ ബെനിഫിറ്റ്. ദി പെനാൽറ്റി ആൻഡ് ദി പാർട്ട് ഓഫ് ഇൻട്രസ്റ്റ് വേർ വേവ്ഡ്, റെഡ്യൂസിംഗ് ദി ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ഓഫ് 12,80,000. അതായത് വേവർ ബെനിഫിറ്റ് എന്തായെന്ന് വെച്ചാൽ ആ പെനാൽറ്റിയുടെ പാർട്ടായിട്ടുള്ള ഇൻട്രസ്റ്റിന്റെ ഒരു പാർട്ട് മാത്രമേ പേ ചെയ്യേണ്ടി വന്നുള്ളൂ. പെനാൽറ്റി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായി കിട്ടി. അപ്പൊ ഈ 12,80,000 ആണ് പേ ചെയ്യേണ്ടി വന്നത്. ABC പ്രൈവറ്റ് ലിമിറ്റഡിന് 12,80,000 മാത്രമേ പേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതായത് അവരുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി എന്താണോ ഉണ്ടായിരുന്നത് അത് പ്ലസ് ഇൻട്രസ്റ്റിന്റെ ഒരു പാർട്ട്. അപ്പോൾ അവർക്കത് വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം ഇപ്പൊ ഇതിലുള്ളത് ടോട്ടൽ പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക 16,80,000, 16,80,000 ആണ് ടോട്ടൽ പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക. അതിൽ നിന്ന് 12,80,000 മാത്രമേ ഇതിൽ പേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പൊ അത് ഒരു ചെറിയൊരു കമ്പനിക്കാർക്ക് അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. പിന്നെ അടുത്തത് ലീഗൽ കംപ്ലൈൻസ്. ദി ബിസിനസ് ബിക്കം കംപ്ലൈന്റ് വിത്ത് GST ലോ, അവോയ്ഡിങ് ഫർദർ ലീഗൽ ഇഷ്യൂസ്. ഫർദർ ആയിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ലീഗൽ കംപ്ലൈൻസിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അതായത് GST റിട്ടേൺ ഫയലിംഗ് മുടങ്ങി കിടക്കുമായിരുന്നു കൊറോണ വന്നതിന് ശേഷം. അതുകൊണ്ട് അവരുടെ പെനാൽറ്റി ഇതൊക്കെ മാറിയത് കൊണ്ട് ബാക്കിയുള്ള GST റിട്ടേൺ ഫയലിങ്ങിന് മുമ്പിലേക്കുള്ളത് അവർക്ക് അടച്ചു പോകാൻ പറ്റും. റിട്ടേൺ ഫയലിംഗ് എല്ലാം ഫയൽ ചെയ്ത് പോകാൻ പറ്റും. അത് ഒരു ബെനിഫിറ്റ്. പിന്നെ നെക്സ്റ്റ് ഇംപ്രൂവ് ക്യാഷ് ഫ്ലോ. ദി റിഡക്ഷൻ ഇൻ ദി ടോട്ടൽ amount payable is their financial burden, allowing them to focus on business recovery. അതായത് ഈ ടോട്ടൽ amount പേയബിൾ നിന്ന് റിഡക്ഷൻ എന്താണോ ഉണ്ടായത് അത് കാരണം അവർക്ക് അത് ബിസിനസ് ബേർഡൻ കുറച്ചും കൂടി ഈസി ആയി. പിന്നെ അവർക്ക് ആ ടൈമും മണിയും കൊണ്ട്, ടൈം ആൻഡ് മണി രണ്ടും ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയി. ഇത് ഇത്രയാണ് ഈ ആംനസ്റ്റി സ്കീമിന്റെ ഔട്ട്കം. ഇപ്പോൾ ഈ ആംനസ്റ്റി സ്കീമിനെ പറ്റി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ആംനസ്റ്റി സ്കീമിന്റെ കീ ടേക്ക് അവേസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The GST amnesty scheme helped ABC Private Limited save over 4 lakh to resolve their GST compliance issue without prolonged litigation and or penalties. It highlights how the scheme can be lifeline for a business struggle to meet tax obligation. ഈ ABC പ്രൈവറ്റ് ലിമിറ്റഡിന് ഈ ആംനസ്റ്റി സ്കീം കാരണം 4 ലക്ഷമാണ് സേവ് ആയത്. അതുകൊണ്ട് അവർക്ക് അവരുടെ ബിസിനസ്സിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. വേറെ ലീഗൽ പ്രോബ്ലംസ് ഒന്നും കൂടാതെ അവർക്ക് അവരുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു.
ഇപ്പൊ ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഈ GST അംനെസ്റ്റി സ്കീമിനെ പറ്റിയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം എന്ന്, ഫസ്റ്റ് സ്റ്റെപ്പ്. ആ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ ഫസ്റ്റ് വൺ, ഔട്ട്സ്റ്റാൻഡിങ് GST ലയബിലിറ്റി. GST ലയബിലിറ്റിയുടെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടാവണം. സെക്കൻഡ് വൺ, ഫയലിംഗ് പെൻഡിങ് റിട്ടേൺസ്. നിങ്ങളുടെ പെൻഡിങ് റിട്ടേൺസ് എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഫയൽ ചെയ്യണം. പിന്നീട് തേർഡ് വൺ, ഫുൾ പേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ടാക്സ് എമൗണ്ട്. പ്രിൻസിപ്പൽ ടാക്സ് എമൗണ്ട്, അതായത് നിങ്ങളുടെ ടാക്സ് പേ ചെയ്യാൻ എന്താണോ ഉള്ളത് ആ എമൗണ്ട് ഫുൾ ആയിട്ട് പേ ചെയ്യണം. പിന്നെ അടുത്തത് വിഡ്രോവൽ ഓഫ് അപ്പീൽ ഇഫ് എനി. നിങ്ങൾ എന്തെങ്കിലും അപ്പീലിൽ പോയിട്ടുണ്ടെങ്കിൽ ആ അപ്പീലിനെ വിഡ്രോ ചെയ്യണം. പിന്നെ നെക്സ്റ്റ്, നോട്ട് അപ്ലിക്കബിൾ ഫോർ സെർട്ടൻ ഒഫൻസ്. ചില ഒഫൻസ് ഉണ്ടാവും, അതൊന്നും അപ്ലിക്കബിൾ ആവാൻ പറ്റില്ല. നിങ്ങളുടെ പേരിൽ ഒഫൻസ് ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡെഡ് ലൈൻ കംപ്ലൈൻസ്. അതായത് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് മാർച്ച് ആണ്, 2025 മാർച്ച് ആണ് ഡെഡ് ലൈൻ. അതിനുള്ളിൽ നിങ്ങൾ ഇതിന് ആംനെസ്റ്റി സ്കീമിന്റെ ബെനിഫിറ്റിനെ അവൈൽ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് അതർ റിക്വയർമെന്റ്സ് ഇഫ് സ്പെസിഫൈഡ്. വേറെ ഏതെങ്കിലും സ്പെസിഫൈഡ് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെയാണ്. ഇത് ഇത്രയാണ് നിങ്ങളുടെ GST ആംനെസ്റ്റി സ്കീമിന് വേണ്ട എലിജിബിലിറ്റി. ഇതൊന്നും കൂടാതെ ഒരു എലിജിബിലിറ്റിയും കൂടിയുണ്ട്. 3 ഫിനാൻഷ്യൽ ഇയറിലാണ് ഈ GST ആംനെസ്റ്റി സ്കീം അപ്ലിക്കബിൾ ആവുക. അതായത് 2017-18, പിന്നെ 18-19 ആൻഡ് 2019-20. ഇത് 3 ഇയേഴ്സിൽ GST ആംനെസ്റ്റി സ്കീം നിങ്ങൾക്ക് ഈ 3 ഇയേഴ്സിനുള്ളിലാണ് നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നാൽ മാത്രമേ ഈ GST ആംനെസ്റ്റി സ്കീം അപ്ലിക്കബിൾ ആവുള്ളൂ. ഇനി ആംനെസ്റ്റി സ്കീമിന്റെ ക്ലോസ് A, B and C ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതായത് 3 ക്ലോസ് ഉണ്ട്. അതില് 3-ല് ഏതൊക്കെയാണ് ഫുൾഫിൽ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ക്ലാസ് A, അതായത് അപ്ലൈ ടു ടാക്സ് പെയർ ഹു ഹാവ് നോട്ട് ഫൈൽ GST റിട്ടേൺ ഓർ ഹാവ് ഡിലേഡ് ഫയലിംഗ് ഫോർ സ്പെസിഫിക് ടാക്സ് പീരിയഡ്. അതായത് ടാക്സ് പെയർ GST റിട്ടേൺ ഫയലിംഗ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഡിലേ ചെയ്തിട്ടാണ്, കുറച്ച് സ്പെസിഫിക് പീരിയഡിന് GST റിട്ടേൺ ഫയലിംഗ് ചെയ്യാൻ ഡിലേ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ക്ലാസ് A ഇത് എലിജിബിൾ ആവുന്നത്, ആംനെസ്റ്റി സ്കീം എലിജിബിൾ ആവുന്നത്. ആർ എലിജിബിൾ ഫോർ എ വേവർ ഓഫ് പെനാൽറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ് ഇഫ് ദേ pay their principal tax liability and comply with the scheme's condition. ഈ ടാക്സ് പേയേഴ്സ് അവരുടെ പ്രിൻസിപ്പൽ ടാക്സ് എമൗണ്ട് എന്താണോ ഉള്ളത് അത് പേ ചെയ്താൽ അവർക്ക് അതിന്റെ ടാക്സ് പെനാൽറ്റീസിനും ഇൻട്രസ്റ്റിൽ നിന്നും കുറച്ചൊരു റിഡക്ഷൻ കിട്ടും. ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വേവ് ആവും, അല്ലെങ്കിൽ കുറച്ച് റിഡക്ഷൻസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ക്ലാസ് B എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അപ്ലൈസ് ടു കേസസ് വേർ നോട്ടീസ് അണ്ടർ സെക്ഷൻ 73, അതായത് നോൺ ഫ്രോഡ് കേസസ് ഓർ സെക്ഷൻ 74 ഫ്രോഡ് കേസസ് ഹാസ് ബീൻ ഇഷ്യൂഡ്. ഇത് ആർക്കൊക്കെയാണ് അപ്ലൈ ആവുന്നത് എന്ന് വെച്ചാൽ നോട്ടീസ് അണ്ടർ സെക്ഷൻ 73 ഇഷ്യൂ ആയാൽ, അതായത് 73 വെച്ചാൽ നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല, അത് നോൺ ഫ്രോഡ് കേസാണ്. നിങ്ങൾ മനഃപൂർവ്വം ടാക്സ് വെട്ടിക്കാൻ നോക്കിയിട്ടില്ല, മിസ്റ്റേക്ക് ആയിട്ട് സംഭവിച്ചതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ കോവിഡ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ സംഭവിച്ചു പോയതാണ്. അങ്ങനെയുള്ള കേസസിലാണ് ഇത് നോട്ടീസ് അണ്ടർ സെക്ഷൻ 73 ഇഷ്യൂ ചെയ്യുക. അതാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ ഒരു നോട്ടീസ് ഇഷ്യൂ ആണത് സെക്ഷൻ ഇഷ്യൂ ചെയ്യുന്നത് അണ്ടർ സെക്ഷൻ 74 ആണ്. അത് ഫ്രോഡ് കേസ് ആണ്. ഇപ്പൊ നിങ്ങൾ മനഃപൂർവ്വം ടാക്സ് വെട്ടിക്കുക, വേറെ എന്തെങ്കിലും ഫ്രോഡ് ചെയ്യുക, അങ്ങനെയുള്ള കേസസ് ഒക്കെയാണ് ഇതില് ഇഷ്യൂ ആവുക. ഈ 2 നോട്ടീസ് ഇഷ്യൂ ചെയ്ത ആൾക്കാരാണ് ആംനെസ്റ്റി സ്കീമിലേക്ക് പോകാൻ പറ്റുന്നത്. അതില് ടാക്സ് പെയർ മസ്റ്റ് പേ ദി ടാക്സ് ഡ്യൂ ആസ് ഡിറ്റർമൈൻഡ് ഇൻ ദ നോട്ടീസ് ടു അവൈൽ റിലീഫ്. അതില് ടാക്സ് പെയർ എന്തൊക്കെയാണോ ടാക്സ് പേ ചെയ്യാൻ അവൈൽ ഉള്ളത് ആ ടാക്സ് ഒക്കെ പേ ചെയ്യണം. അതാണ് ക്ലാസ് B-യിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു ക്ലാസ് 4-ല്, അതായത് ഫ്രോഡ് കേസില് ഇത് വന്നിട്ടുള്ള ആള്, നോട്ടീസ് വന്നിട്ടുള്ള ആൾക്ക് ഒരു എക്സംഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഫ്രോഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് വന്നിട്ടുണ്ടാവും, അതായത് ടാക്സ് മനഃപൂർവ്വം വെട്ടിച്ചു എന്ന് പറഞ്ഞിട്ട്.
അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീലേറ്റിന്റെ മുമ്പിൽ, അതായത് കോർട്ടിന്റെ മുമ്പിൽ പോയിട്ട് അപ്പീൽ ചെയ്ത് നിങ്ങൾക്കത് വാദിച്ചിട്ട് നിങ്ങൾ മനഃപൂർവ്വമല്ല, നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല ഈ പെനാൽറ്റിയും ഇതൊക്കെ വന്നത് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ട ഡോക്യുമെന്റ്സും എവിഡൻസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായിട്ട് നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിയ, ഫ്രോഡുലന്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു കോർട്ടിൽ നിന്ന് ഒരു സെക്ഷൻ 75(2) എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഒരു സെക്ഷൻ ഇഷ്യൂ ചെയ്താൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ആംനസ്റ്റി സ്കീം അവൈൽ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്ലോസ് സി എന്താണെന്ന് നോക്കാം. ക്ലോസ് സിയിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, അപ്പീൽസ് ടു സ്പെസിഫിക് അപ്പീൽ or litigations where an appellate authority, tribunal or court has directed the taxpayer to pay a determined tax amount. അതായത് ഒരു അപ്പലേറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ട്രിബ്യൂണൽ അല്ലെങ്കിൽ കോർട്ട്, ഇത് മൂന്നിൽ ആരെങ്കിലും ടാക്സ് പേയറുടെ അടുത്ത് ഒരു ഡിറ്റർമൈൻഡ് ടാക്സ് എമൗണ്ട് പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് പേ ചെയ്തിട്ട് ഇതാക്കിയാൽ മതി, നിങ്ങൾക്ക് ഈ ബേർഡനിൽ നിന്ന് പുറത്തേക്ക് വരാം, അവർ ഡിറ്റർമൈൻ ചെയ്ത എമൗണ്ട്. പിന്നെ നെക്സ്റ്റ്, ടാക്സ് പെയർ ഈസ് എലിജിബിൾ ഫോർ റിലീഫ് ഇഫ് ദേ സെറ്റിൽ ദ ഡ്യൂസ് വിത്തിൻ ദി സ്റ്റിപ്പുലേറ്റഡ് ഡെഡ് ലൈൻ. പറഞ്ഞിട്ടുള്ള ഡെഡ് ലൈനിനുള്ളിൽ ടാക്സ് പെയർ അവരുടെ ഡ്യൂസിനെയൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആംനസ്റ്റി സ്കീമിന്റെ ബെനിഫിറ്റ്സ് എടുക്കാവുന്നതാണ്. അതാണ് ഈ ക്ലോസ് സിയിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, ഈ എല്ലാ ക്ലോസിലും ഡെഡ് ലൈൻ പറഞ്ഞിരുന്നു. ആ ഡെഡ് ലൈൻ ഏതാണെന്ന് നോക്കാം. ഡെഡ് ലൈൻ ഫോർ ക്ലോസ് എ, ബി ആൻഡ് സി, അതിന്റെ മൂന്നിന്റെയും ഡെഡ് ലൈൻസ് ജനറൽ ഡെഡ് ലൈൻ 31st March 2025 ഫോർ ടാക്സ് പെയർ അണ്ടർ ദി ക്ലോസ്. ഈ മൂന്ന് ക്ലോസിന്റെ താഴെ വരുന്ന ടാക്സ് പെയർസിന് 31st March 2025 ആണ് ഡെഡ് ലൈൻ. ഫോർ ഫ്രോഡ് കേസസ്, അതായത് സെക്ഷൻ 74ന്റെ താഴെ വന്നിട്ടുള്ള നോട്ടീസിൽ ഉള്ള ആൾക്കാർക്ക് വിത്തിൻ 6 months ഫ്രം ദ ഓർഡർ ഡേറ്റ് അണ്ടർ സെക്ഷൻ 73. സെക്ഷൻ 73യുടെ ഓർഡർ ഡേറ്റിന്റെ 6 monthsനുള്ളിൽ നിങ്ങൾ ഡ്യൂ ഒക്കെ സെറ്റിൽ ചെയ്യണം. ഫോർ അപ്പീൽസ് ക്ലാസ് സി, ക്ലാസ് സിയിൽ പോയിട്ടുള്ള അപ്പീലിന് പോയിട്ടുള്ള ആൾക്കാർക്ക് within 3 months from the appellate order date when the department appeals a decision favoring the taxpayer. ഡിപ്പാർട്ട്മെന്റ് ഒരു അപ്പീലേറ്റിന്, നിങ്ങളൊരു അപ്പീലിന് പോവാണ്, അപ്പോൾ അപ്പീലേറ്റിന് ഡിപ്പാർട്ട്മെന്റ് ഒരു നിങ്ങൾക്ക് ഫേവർ ആയിട്ട് ഒരു ഡിസിഷൻ അപ്പീലേറ്റ് തരികയാണെങ്കിൽ ആ ഡേറ്റിന് 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഡ്യൂസ് ഒക്കെ സെറ്റിൽ ചെയ്യണം. ഇതാണ് ഡെഡ് ലൈൻസ്. ഇപ്പോൾ ഇതിന്റെ GST ആംനസ്റ്റി സ്കീമിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു. GST ആംനസ്റ്റി സ്കീം എന്താണെന്ന് പഠിച്ചു. പിന്നെ നിങ്ങൾ GST ആംനസ്റ്റി സ്കീം അവൈൽ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു അൺഫോർച്ചുനേറ്റ്ലി ഒരു ദുഃഖ വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി നിങ്ങൾ GST പേ ചെയ്ത് കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ആംനസ്റ്റി സ്കീം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ള ടാക്സ് ഔട്ട്സ്റ്റാൻഡിങ് ടാക്സ്, പിന്നെ ഇൻട്രസ്റ്റ്, ലയബിലിറ്റി, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. ഈ GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ആക്ഷനെ പേടിച്ചിട്ട് നിങ്ങൾ ആംനസ്റ്റി സ്കീം വരുന്നതിന് മുമ്പേ ഇതൊക്കെ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനെ റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു, ഇനി അതിനെ ഒരിക്കലും റീഫണ്ട് എടുക്കാനോ പിന്നെ GST ആംനസ്റ്റി സ്കീമിന്റെ ബെനിഫിറ്റ് എടുക്കാനോ നിങ്ങൾക്ക് പറ്റില്ല. ഇത് ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് GST ആംനസ്റ്റി സ്കീമിൽ വരുന്നത്. നിങ്ങൾക്ക് GST റിലേറ്റഡ് എന്തെങ്കിലും വർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഒരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ GST റിലേറ്റഡ് കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ GST റിലേറ്റഡ് എന്തെങ്കിലും വർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കുക. അതായത് പുതിയ രജിസ്ട്രേഷൻ എടുക്കുക, അല്ലെങ്കിൽ റിട്ടേൺ ഫയലിംഗ് ചെയ്യുക, റീഫണ്ട് ക്ലെയിം എടുക്കുക, പിന്നെ എന്തെങ്കിലും അഡീഷണൽ പ്ലേസ് നിങ്ങളുടെ ബിസിനസ്സിന് ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ GST റിലേറ്റഡ് എല്ലാ വർക്കും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് GST റിലേറ്റഡ് എന്ത് വർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്നെ വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ട് ഒരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യും.
പിന്നെ ഞാൻ GSTയുടെ ഓൺലൈൻ ട്രെയിനിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് GST പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് പേഴ്സണോ അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻറ്റോ ആരെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് GST പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ GST റിലേറ്റഡ് ഓൺലൈൻ പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പോൾ GST പ്രാക്ടിക്കലി നിങ്ങൾക്ക് പഠിക്കാം. ഓൺലൈനായിട്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നിങ്ങൾക്ക് ഇങ്ങനെ റിട്ടേൺ ഫയലിംഗ് ചെയ്യാം, ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക, എല്ലാം GSTനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിന് ട്രെയിനിങ് തരും. അതിന് പല പാക്കേജ് ആയിട്ടാണ് ഉള്ളത്. ബേസിക് പാക്കേജ്, സ്റ്റാൻഡേർഡ് പാക്കേജ്, പ്രീമിയം പാക്കേജ്. നിങ്ങൾക്ക് ഏത് പാക്കേജ് ആണോ വേണ്ടത് അത് ചൂസ് ചെയ്യുക. അതിൻ്റെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ്, അതായത് പാക്കേജിൽ എന്തൊക്കെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യും എന്നറിയാൻ, അല്ലെങ്കിൽ അതിൻ്റെ പാക്കേജസിൻ്റെ ഫീസ് അറിയാൻ എന്നെ വാട്സപ്പ് ചെയ്യും. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബ്രൗഷർ അയച്ചു തരാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.